ഈ 3 കാരണങ്ങൾ തന്നെയാണ് താങ്കൾ പറഞ്ഞത് കറക്റ്റായിട്ട് വരുന്നത്. ഒന്ന്, കുട്ടിയെ റേപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം, ലൈംഗികമായി ഉപയോഗിക്കുക എന്നുള്ള കാര്യത്തിന് കൊണ്ടുപോയിരിക്കാം. രണ്ടാമത് മോഷണം എന്നുള്ളതായിരിക്കാം. മൂന്നാമത് ഈ കുടുംബത്തിൽ എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവും, വിദ്വേഷം തീർക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. അത് ഏറ്റവും മൂന്നാമതായിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ നമുക്ക്. അതുമാകാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം, ഈ കുട്ടി വീണത് ഇവർ നിന്ന സ്ഥലത്തല്ല, മറുഭാഗത്ത് എന്ന് പറയുമ്പോൾ അത് ഇതിൻ്റെ കൂടെയുള്ള ആൾക്കാരാവാൻ സാധ്യത കുറവായിരിക്കാനാണ് സാധ്യത. കാരണം അവരെല്ലാവരും അവിടെ ഉണ്ട് ആ സമയത്ത്. അപ്പോൾ മറുഭാഗത്ത് വരെ കൊണ്ടുപോയിട്ടുണ്ട്, ശ്രദ്ധിക്കപ്പെടും. ഇവരെ കൊണ്ടുപോകുന്നതൊക്കെ കൂട്ടത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കും. അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ടൊന്നും സംസാരത്തിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇതിൽ കൊലപാതകം ആവാൻ സാധ്യതയുണ്ട്, കാരണം മറുഭാഗത്ത് കൊണ്ടുപോയതുകൊണ്ട്. അതേസമയത്ത് ഇവരെല്ലാവരും ഒത്തുചേർന്ന് കൊണ്ടുള്ള ഒരു സമയത്താണല്ലോ കുട്ടീനെ കാണാതെ, 15 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് കുട്ടീനെ കാണാതെ ആവുന്നത്. ഒരു പെട്ടിക്കടേൻ്റെ അടുത്തേറ്റം പോകുന്നു എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് ഈ കുട്ടിയെ കാണാതെ ആവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ദുരൂഹത എന്താണെന്ന് നമുക്കൊരു കൃത്യമായിട്ട് ഒന്നിനെയും 100% പറയാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങളിൽ.